ഇത് കണ്ടോ, ശക്തിയേറിയ ചൂടിലെ തക്കാളി കൃഷിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമുക്ക് തക്കാളിയുടെ കൃഷി ഓൾ ക്രോപ്സാണ്, എല്ലാ കാലത്തും നടാവുന്നതാണെങ്കിലും നമുക്ക് ശരിക്കും ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് ചൂട് കൂടുമ്പോൾ, അതായത് 30-35 ഡിഗ്രിക്ക് മുകളിലൊക്കെ ചൂട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളിയുടെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി ാണ് കേട്ടോ കായ പിടിക്കുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഞാനങ്ങനെ നടാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ ചെടികൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യാറുള്ളത്. അതായത് മുമ്പ് വെച്ചിട്ടുള്ള ചെടികളുണ്ടല്ലോ, അതിൽ ഇത്തിരീശ കായൊക്കെ ഉണ്ടായി അങ്ങനെ ചെയ്യാറ്. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങോട്ട് താമസം മാറി വന്നിട്ട് ഇപ്പോൾ 2 മാസമായി. അപ്പോൾ വന്നപ്പോൾ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ ചെടികളെല്ലാം വെച്ച കൂട്ടത്തിൽ കുറച്ച് തക്കാളിയും വെച്ചതാണ്. അപ്പോൾ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ നല്ല ചൂട്ടിലും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ടെർഫിൽ ടൊമാറ്റോ ആണ് കേട്ടോ. ഇത് 2nd ജനറേഷനാണ്. നമ്മൾ ആ തക്കാളിയിൽ നിന്ന് തന്നെ വിത്തെടുത്തിട്ട് നട്ടതാണ് കേട്ടോ. ഇത് നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയട്ടെ, നമുക്ക് മഴക്കാലമാണ് വരുന്നത്. മഴക്കാലത്ത് തക്കാളിക്ക് നല്ല വില കൂടുന്ന സമയമാണ് ഇപ്രാവശ്യം, അതുപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് തൈകൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കേട് തീർന്ന തൈകളാക്കിയിട്ട് എടുക്കാം. അത്യാവശ്യം തക്കാളി നമുക്ക് മഴക്കാലത്തും കിട്ടും കേട്ടോ. അപ്പോൾ മഴക്കാല കൃഷിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ മാസത്തിൽ നമുക്ക് തൈ നടാം കേട്ടോ.